മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് SBI ബാങ്കിനെ കുറിച്ചായിരുന്നു. അതായത് SBI എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഫെസിലിറ്റീസും അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ആപ്ലിക്കേഷൻസ്, SBI ബാങ്കിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ SBI പേ അല്ലെങ്കിൽ BHIM. അപ്പോൾ BHIM എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളൊക്കെ ഫോണിൽ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് അത്. SBI പേ ആണ്, SBIയുടെ ആപ്ലിക്കേഷനാണ്. അതെന്തിനാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യൽ? നമ്മൾ റീചാർജ് ചെയ്യാൻ യൂസ് ചെയ്യലുണ്ട്, ബിൽ പേയ്മെൻറ്റ്സിന് യൂസ് ചെയ്യലുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യാം. So it is the application of SBI which allows investors for making bill payments, booking flight tickets, recharging, ordering food, etc. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കുറേ ഫെസിലിറ്റീസ് തരുന്ന SBIൻ്റെ ഒരു ആപ്പാണ് SBI പേ അല്ലെങ്കിൽ BHIM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ SBI Buddy. It is the bank's mobile wallet that allows users to send and receive money. It can be also used for shopping, booking tickets, etc. അപ്പോൾ SBI Buddy എന്ന് പറയുന്നതും ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. മൊബൈൽ വാലറ്റ് എന്ന് പറയും. അതായത് നമുക്ക് കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു പേഴ്സ്. വാലറ്റ് എന്ന് പറയുമ്പോൾ പേഴ്സ്, അത് നമുക്ക് മണി സ്റ്റോർ ചെയ്യാനും നമുക്ക് റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ SBI Buddy നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓൾസോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതിലുള്ള അക്കൗണ്ട് ബാലൻസ് വെച്ച് നമുക്ക് ഷോപ്പ് ചെയ്യാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ SBI Buddy എന്നുള്ള ആപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ SBI പേയും SBI Buddyയും അതാണ്. ഇനി നെക്സ്റ്റ് വൺ യോനോ. യോനോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ ഫോണിലുള്ള വേറൊരു ആപ്ലിക്കേഷനാണ്. അതും SBIൻ്റെ തന്നെയാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യു ഓൺലി നീഡ് വൺ. ഓക്കെ, അപ്പോൾ യോനോ ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓഫേർഡ് ബൈ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ that enables users to access a variety of financial and other services such as flight, train, bus, taxi bookings, online shopping, etc. അപ്പോൾ യോനോ എന്ന് പറയുന്നതും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. SBI ഓഫർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അത് നമുക്ക് കുറേ ഫിനാൻഷ്യൽ സർവീസസ് ചെയ്യാൻ പറ്റും. നമുക്ക് യോനോ വെച്ചിട്ട് നമുക്ക് ഫണ്ട് എവിടെയെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബിൽ പേയ്മെൻറ്റ്സ് നടക്കാൻ പറ്റും, അതുപോലെ ട്രെയിൻ അല്ലെങ്കിൽ ബസ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. സോ യോനോ നമുക്ക് ഓൺലൈനായിട്ട് ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കുറേയേറെ സർവീസസ് ചെയ്യാൻ കഴിയുന്ന SBIയുടെ ഒരു ആപ്പാണ് യോനോ യു ഓൺലി നീഡ് വൺ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് യോനോ ഓൺ 24 November 2017. ഗവൺമെൻറ് യോനോ 24 November 2017 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് SBIയുടെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ SBIനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത SBIൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാം. ആൻഡ് SBI പ്രൊവൈഡ് ചെയ്യുന്ന ഈ 3 ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആപ്പ് സർവീസസിനെ കുറിച്ച് നമുക്ക് എഴുതാം. നെക്സ്റ്റ് വൺ, നാഷണലൈസേഷൻ. എന്താണ് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നാഷണലൈസ്ഡ് ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ദ കൺട്രി ഓൺ July 19, 1969. നമ്മളുടെ ഇന്ത്യ 14 ബാങ്ക്സിനെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. അതായത് നോർമൽ ബാങ്കിങ് ഫംഗ്ഷൻ്റെ പ്രൈമറി പർപ്പസ് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ അങ്ങനത്തെ ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. സോ അങ്ങനത്തെ 14 കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ July 19, 1969 നാഷണലൈസ് ചെയ്തു. നാഷണലൈസേഷൻ മീൻസ് ടു ടേക്ക് ദ ബാങ്ക്സ് അണ്ടർ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്. നാഷണലൈസേഷൻ എന്ന് പറയുന്നത് ബാങ്ക്സിനെ ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലോട്ട് കൊണ്ടുവരുന്നതിനെയാണ് നാഷണലൈസേഷൻ എന്ന് പറയുക. ദ ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് സെക്ടർ അസറ്റ് ടു ബി ഓപ്പറേറ്റഡ് ഓർ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ അസറ്റ് സ്റ്റേറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക്സിനെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി നമുക്ക് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാങ്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1975. 1975 റീജിയണൽ റൂറൽ ബാങ്ക് എക്സിസ്റ്റൻസിൽ വന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് ആർ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് അറ്റ് റീജിയണൽ ലെവൽ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ്.
കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അവരെവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? റീജിയണൽ ലെവലിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂറൽ ഏരിയാസ് അങ്ങനെ റീജിയണൽ ലെവല് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് റീജിയൻസിലാണ്. They are being created with a view of primarily serving the rural areas of India with basic banking and financial services. അപ്പോൾ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിൽ സെറ്റപ്പ് ചെയ്തിട്ട് അവരുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ റൂറൽ ഏരിയാസിലുള്ള ആളുകളുടെ ബാങ്കിങ് നീഡ്സ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രൈമറിലി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്. The regional rural bank were established on the recommendation of Narasimham Committee. അപ്പോൾ ഈ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് നരസിംഹൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. The main objective of rural bank is to enhance the local participation of banks to meet the credit requirements of weaker sections of the economy, mainly farmers, artisans and small entrepreneurs. അപ്പോൾ ഈ റൂറൽ ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലായിട്ട് അധികം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ, ഒരു നോർമൽ ബാങ്കിൽ നിന്നും അവരുടെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ലോക്കലായിട്ട് റൂറൽ ഏരിയാസിലുള്ള ലോക്കലായിട്ടുള്ള ഫാർമേഴ്സ്, ആർട്ടിഷ്യൻസ്, അതുപോലെയുള്ള റൂറൽ ഏരിയയിലുള്ള ക്രെഡിറ്റിന് ആവശ്യമുള്ള പക്ഷേ ഒരു നോർമൽ ബാങ്കിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത റൂറൽ ആളുകൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദീസ് ബാങ്ക്സ് ഹാവ് ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. നമുക്ക് ഈ റീജിയണൽ റൂറൽ ബാങ്ക് എല്ലാ സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവും. ഒരു സ്റ്റേറ്റിൽ ഇത്ര ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കുറച്ച് സ്ഥലങ്ങളിൽ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ബ്രിഡ്ജിങ് ദ ക്രെഡിറ്റ് ഗ്യാപ്പ് ഇൻ റൂറൽ ഏരിയാസ്, അതായത് റൂറൽ ഏരിയാസിലുള്ള ക്രെഡിറ്റ് ഗ്യാപ്പ് തടയുക. ക്രെഡിറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അതായത് റൂറൽ ഏരിയാസിലൊക്കെ സ്മോൾ ഫാമേഴ്സിനൊക്കെ ലോണ് ബാങ്കിൽ നിന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ അവർക്കും കൂടി ലോൺ ആവശ്യമുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് RRBൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, ടു ഡെവലപ്പ് മെഷേഴ്സ് ദാറ്റ് റെസ്ട്രിക്ട് ദ ഔട്ട്ഫ്ലോ ഓഫ് റൂറൽ ഡെപ്പോസിറ്റ് ടു അർബൻ ഏരിയാസ്. അപ്പോൾ റൂറൽ ഡെപ്പോസിറ്റ് അർബൻ ഏരിയാസിലോട്ട് കൂടുതൽ പോകുന്ന അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് കൂടുതൽ ലോണ് കിട്ടുന്നത് തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ്. ടു റെഡ്യൂസ് റീജിയണൽ ഇംബാലൻസസ് ആൻഡ് ടു ഇൻക്രീസ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ റീജിയണൽ ഇംബാലൻസസ് കുറക്കുക, അതായത് റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്കും ഈക്വലായിട്ട് ലോണ് കൊടുക്കുക. അതുപോലെ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആക്ടിവിറ്റീസ്, റൂറൽ ഏരിയാസിലുള്ള ആളുകളുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാം. സോ ഇത്രയുമാണ് RRBൻ്റെ ഒബ്ജക്റ്റീവ്സ്. എ റീജിയണൽ റൂറൽ ബാങ്ക് വിൽ ബി സ്പോൺസേർഡ് ബൈ എ നാഷണലൈസ്ഡ് ബാങ്ക്. ഒരു റീജിയണൽ റൂറൽ ബാങ്ക് എപ്പോഴും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് സ്പോൺസർ ചെയ്യും. ദ സ്പോൺസറിംഗ് ബാങ്ക് പ്രൊവൈഡ്സ് മാനേജീരിയൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്പോൺസേർഡ് റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പോൾ ഈ സ്പോൺസർ ചെയ്യുന്ന RRB സ്പോൺസർ ചെയ്യുന്ന ഒരു ബാങ്ക് ആ RRBക്ക് മാനേജീരിയലും ഫിനാൻഷ്യലും ആയിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കും. The sponsoring bank subscribes the share capital of sponsored regional rural bank. അപ്പോൾ ഈ റീജിയണൽ റൂറൽ ബാങ്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ബാങ്ക് അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യും. അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ RRBസിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്ത ഷെയർസ് അവരെന്ത് ചെയ്യും? സബ്സ്ക്രൈബ് ചെയ്യും. They also provide financial assistance at concessional interest rate. ഈ സ്പോൺസേർഡ് ബാങ്ക്സ് RRB എന്നുള്ള ബാങ്ക്സിന് ആവശ്യമുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൺസെഷണൽ അല്ലെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കും. അപ്പോൾ ഇതാണ് സ്പോൺസർ ബാങ്ക്. അപ്പോൾ ഒരു RRB എപ്പോഴും ഒരു സ്പോൺസർ ബാങ്ക് ഏറ്റെടുത്തിട്ടുണ്ടാവും. സോ ഇത്രയുമാണ് ഒരു RRB ആൻഡ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾഡ് ബാങ്ക്സ്. നമുക്ക് നോക്കാം എന്താണ് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക്. നമ്മൾ പറഞ്ഞു നേരത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ഒക്കെ എന്താണെന്ന്. A scheduled bank is a bank which is included in the second schedule of the Reserve Bank of India Act 1934. Reserve Bank of Indiaയുടെ ഷെഡ്യൂൾ 2 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934ൻ്റെ ഷെഡ്യൂൾ 2ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാങ്കിനെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയാം. എ ഷെഡ്യൂൾഡ് ബാങ്ക് ഷുഡ് ഫുൾഫിൽ 3 കണ്ടീഷൻസ്. ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം അതിനെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് നോക്കാം.
ഇറ്റ് ഹാസ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 lakh. ഒരു ബാങ്കിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh മിനിമം ആയിരിക്കണം അതിനെ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയാൻ. ദ ഓപ്പറേഷൻസ് ഓഫ് ദ ബാങ്ക് ആർ നോട്ട് ഡെട്രിമെൻ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ്. ഒരു ബാങ്ക് അതിൻ്റെ ഓപ്പറേഷൻസ് ഇൻവെസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാവരുത്. അങ്ങനെ അല്ലാത്തൊരു ബാങ്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾഡ് ബാങ്ക് എന്നായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം, ഈ 5 lakhൻ്റെ കണ്ടീഷൻസും കൂടിയും ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ. ദ ബാങ്ക് നീഡ്സ് ടു ബി എ കോർപ്പറേഷൻ റാദർ ദാൻ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു ബാങ്ക് എന്നുള്ളത് ഒരു കോർപ്പറേഷൻ ആവണം, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഒരു സിംഗിൾ ഫേമോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ ആവരുത്, ഒരു കോർപ്പറേഷൻ ആവണം നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഷെഡ്യൂൾഡ് ബാങ്ക് കംപ്രൈസസ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ 2 കോപ്പറേറ്റീവ് ബാങ്ക്സും കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഷെഡ്യൂൾഡ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. The scheduled commercial bank can be divided into public sector bank, other public sector bank, private banks, foreign banks and regional rural bank. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം പബ്ലിക് സെക്ടർ ബാങ്ക് എന്നും പ്രൈവറ്റ് ബാങ്ക് എന്നും ഫോറിൻ ബാങ്ക്സ് എന്നും റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ദ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് കൺസിസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സും ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ദ ബാങ്ക്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാങ്ക്സിനെ നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയും. They are obliged to maintain a minimum 5% of their deposit with some scheduled commercial bank. ഇപ്പോൾ ഒരു നോൺ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ബാങ്ക്, അതായത് അവർ RBIൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എല്ലാ ബാങ്കിനെയും നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ് പറയുക. അവരെന്താണ്, അങ്ങനെയുള്ള നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റിൻ്റെ 5%, മിനിമം 5% ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഹോൾഡ് ചെയ്യണം എന്നാണ് ഒരു കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ എത്രയുമാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക, നോട്ട്സ് ഞാൻ PDF ആയിട്ട് അറ്റാച്ച് ചെയ്യാം. സോ അത് നോക്കിയിട്ട് നോട്ട്സും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.